എന്റെ മാഷ് ഇവിടെ വന്ന് നിൽക്കല. പണിയാനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറെ പൊളിച്ചും പണിതൊക്കെയാണ് ഇത് ആക്കിയെടുത്തത്. ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് നേരെ എല്ലാവരും വന്ന് ആദ്യം നോക്കുന്നത് ഇവിടെ ആയിരിക്കും. ഞാൻ ആദ്യം നോക്കിയത് ഈ ഫോട്ടോയാണ് എനിക്ക്. അത് പണ്ട് മണിച്ചേട്ടനൊക്കെ ആയിട്ടൊരു പടമാണ്. അപ്പന്റെ വില മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് 30 എന്നുള്ള ചടങ്ങുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ തിരക്കിനിടെ ഞാൻ പറഞ്ഞു, ചേച്ചി എന്താ മോനെ കഴിക്കാൻ വേണ്ട? അതല്ല, ഞാൻ അച്ഛനെ മോനാന്ന് പറഞ്ഞ സാമ്പാർ വെച്ചിട്ട് ഒറ്റ കരച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അവരുടെ ആയിട്ടുള്ള സിങ്ക് ഭയങ്കര ഈ നമ്മളെ നാട്ടുകാരോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. സുറുമി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ പേര് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ഫേമാണ്. അപ്പൊ സുറുമി എന്റെ മോളുടെ പേരാണല്ലോ. ഞങ്ങള് അപ്പൊ ഹോസ്പിറ്റലിൽ 12 ലക്ഷം രൂപ. അപ്പൊ സംഘടന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു സംഘടന എന്തിനാണ് അവർ ചെയ്യണം. പക്ഷേ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ സമയത്ത് ഇപ്പൊ ദിലീപേട്ടൻ, മമ്മൂക്ക, ഒരുപാട് പേര് അശ്വനങ്ങൾ ഒരുപാട് പേര് ആ സമയത്ത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ 2.5 ലക്ഷം രൂപ ബില്ലായ സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ചില ആൾക്കാർ സംഘടനയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയണത്. 150ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പടമായിട്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഒരു 6 വർഷം മുമ്പ് വരെ ഒപ്പനെ ഇനാഗുറേഷൻ ചോദിച്ചു ഒരാൾ വിളിച്ച് അമ്മേനെ വിളിച്ചു. ഈ ഒരു ഫീൽഡ് നേരത്തെ വന്നതിനെക്കാട്ടും ഉപരി ഒരു പേരുണ്ടാക്കുക, നിലനിന്ന് പോവാന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ഇക്കണക്കിന് കുന്തിരിക്ക് കൊടുക്കാൻ പറഞ്ഞ കുന്ത ഒരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പട്ടി എടുക്കാൻ. ഹായ്, ഹലോ. ഞാനിപ്പം കൊച്ചി എളമക്കരയിലാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, റോബിൻ മച്ചാൻ ചേട്ടൻ, നമ്മുടെ മച്ചാൻ വർഗീസിന്റെ മകനാണ്. ആൻഡ് ഇപ്പോഴും ഇല്ലേ, ഞാൻ എപ്പോഴും ആളുകള് ഇന്റർവ്യൂവിന്റെ താഴെയൊക്കെ എപ്പോഴും കമന്റ് വരുന്നതാണ്, എന്ത് ഈ മച്ചാൻ എന്ന പേര് ഇപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വീടിന്റെ പേരോട് തന്നെ മച്ചാൻസ് എന്നാണ്. ആൻഡ് ഇപ്പൊ റോബിൻ മച്ചാൻ അച്ഛന്റെ പേരോട് കൂടി ഇപ്പൊ മച്ചാൻ വർഗീസ് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. എന്താണ് ഈ മച്ചാൻ? അത് കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അപ്പയുടെ ശരിക്കുള്ള പേര് ML വർഗീസ് എന്നാണ്. ML വർഗീസ് എന്നാണ്. അപ്പൊ അത് ഫസ്റ്റ് സിദ്ദിഖ് ലാൽ സാർ അവരുടെ ഒപ്പം പടങ്ങളിൽ വരുന്നത്. കാബൂളിവാല, മന്നാർ മത്തായി സ്പീക്കിംഗ്, ഇതെല്ലാം വരുന്നത്. ഒരാള് ഒരു ഗസ്റ്റും കൂടെ. അപ്പൊ സിദ്ദിഖ് സാറ് അവർ രണ്ടുപേരും കൂടിയാണ്. അപ്പൊ എല്ലാവരും കയറി മച്ചാനെന്ന് വിളിക്കും. കൊച്ചിക്കാരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ. അപ്പൊ അത് വിളി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മുടെ കൂട്ടത്തിൽ മച്ചാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേര് മച്ചാൻ വർഗീസ് എന്ന് ആക്കിയത്. സിദ്ദിഖ് ലാൽ സാർ അവർ രണ്ടുപേരും കൂടിയാണ് ആ പേരിട്ടത്. അപ്പൊ മാഷയെന്ന് വിളിക്കുന്ന രണ്ടുപേരാണ് ഒരു സ്ഥാനത്ത് കാണുന്ന. ഞാനൊരു പടത്തിൽ ഫസ്റ്റ് ഞാൻ പടത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് അതില് സിദ്ദിഖ് ലാൽ സാറിന്റെ ഒപ്പം ഞാൻ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ അപ്പനെ കൊണ്ടുവന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ വരാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്പയുള്ളപ്പോ തന്നെ ഇട്ടാണ് ആ പേര്. ആദ്യം ചില ഇപ്പൊ അശോനങ്ങളുടെ വീടിന്റെ പഞ്ചാബി ഹൗസ്, നമുക്ക് ലേബല് കിട്ടിയൊരു ഇതാണല്ലേ. ശരി അനിയത്തിയുടെ മോനാണ്, പരിചയപ്പെട്ട ആള് തന്നെയാണ്. വീട്ടൊരാളുണ്ട് സൂക്ഷിച്ചു, അനിയത്തിയുടെ വെച്ചാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഹലോ, ഹായ് കുഞ്ഞു ഹായ് പറഞ്ഞു. ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് നേരെ എല്ലാവരും വന്ന് ആദ്യം നോക്കുന്നത് ഇവിടെ ആയിരിക്കും. ഫോട്ടോസ് കൊറേയൊക്കെ പോയി, കൊറേ പഴയതൊക്കെ ഉണ്ടായിരുന്നു. മെമ്മറീസൊക്കെ എടുത്ത് മാറ്റിയതാ. ഞാൻ ആദ്യം നോക്കിയപ്പോ ഈ ഫോട്ടോയാണ് എനിക്ക്. അത് പണ്ട് മണിച്ചേട്ടനൊക്കെ ആയിട്ടൊരു പടമാണ്. മണിച്ചേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം അപ്പയായിട്ട് നല്ല. ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വേറൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ വിളിക്കാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മണിച്ചേട്ടൻ അവര് ഓൾറെഡി ഒരുമിച്ച് നാടകം, മറ്റേ മിമിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ ഒരുപാട് പടത്തിൽ മണിച്ചേട്ടൻ 10-15ഓളം സിനിമകളിൽ, ബെൻ ജോൺസൺ, അങ്ങനെ ഒരുപാട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. ഈ ഫോട്ടോ ഇത് ദിലീപേണ്ട മായപ്പൊന്മാൻ. രണ്ടുപേരും അമ്പിളിച്ചേട്ടനും ഇവരുടെ ഒരു ഓർമ്മകള് ഹനീഫിക്കായിട്ട്
വീട് അടുത്താണ്, കലൂരാണ് നിഫിക്കയുടെ വീട്. വീട് അമ്പിളിച്ചേട്ടൻ പണ്ട് വീട്ടിൽ വന്നൊരു കഥയുണ്ട്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പൊ വിവാന്ത എന്നുള്ള ഹോട്ടലില്ലേ, പണ്ട് വേറൊരു പേരായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നിന്ന് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു വണ്ടിയൊന്നും പറഞ്ഞിട്ടോ, ഞാനൊരു ഓട്ടോയിൽ കയറി വന്നോളാന്ന് പറഞ്ഞിട്ട് രാത്രി അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോക്കാരൻ അവിടെ വെച്ചിട്ട് അമ്പിളിച്ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വീടിൻ്റെ അവിടെ ഒന്ന് കൊണ്ട് ഇറക്കി. അപ്പോൾ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്ത് ചെയ്യാനും പറ്റുന്നില്ല കേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോകും. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഓട്ടോ നിന്ന് ഇറങ്ങിയിട്ട് അനിയ എത്രയായെന്ന് ചോദിച്ചു. പിന്നെ പുള്ളി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പുള്ളിനെ തിരിച്ചോട്ട് ആക്കിയിട്ട് ഓട്ടോക്കാരൻ പോലെ പുള്ളി കണ്ടില്ല ആരാണെന്ന് കയറി വിളിച്ചത്. ഈ ഒരു ഫോട്ടോയില് ഞാൻ കണ്ടു, ഇത് തന്നെയാണോ എനിക്ക് ഇതിനകത്ത് ഇതാണോ? അത് തന്നെ പക്ഷെ ഏറ്റവും ഇളയ ആളാണ്, അപ്പയാണ് ഏറ്റവും ഇളയത്. അപ്പൊ ഇതിനകത്ത് 2 ചേച്ചിമാര് മരിച്ചുപോയി, റോസി ആന്റിയും ലീന ആന്റിയും കഴിഞ്ഞൊരു 4-5 മാസത്തിനിടയിൽ മരിച്ചുപോയി. ഫാമിലി അപ്പാപ്പൻ അമ്മമ്മ എല്ലാവരും ഉള്ള ഫാമിലി. ഇത് ഈ വീട് പണിയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം ഒരു സമയത്ത് മലസിമ വന്നിട്ട് ഒരു വീടൊന്നും ഇല്ലാതെ സാധാരണക്കാരിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ഒരു വീട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ അത് ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോ ഒരു അതെങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഈ ഇനാഗുറേഷനൊക്കെ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും ചെറിയ വീട് അതൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പൊ വലിയ ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ വിചാരിച്ച് ഒരു കാര്യം ചെയ്യും, ഒരു പണയത്തിന് ഇച്ചിരി കൊള്ളാവുന്ന വീട്ടിലോട്ട് പണയത്തിന് മാറാന്ന്. അങ്ങനെ ഒരുപാട് വീടൊക്കെ പോയി കണ്ട്, ഒരു കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. അപ്പോൾ ഒരു പുള്ളി ബ്രോക്കർ പറഞ്ഞു മച്ചാനെ സൂപ്പർ വീടാണ്, നിസ്സാര കാശൊക്കെ വരുള്ളൂ പണയത്തിന്. അപ്പോൾ എന്നിട്ട് കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. വീടെന്ന് പറഞ്ഞപ്പോൾ ബ്രോക്കർ പറഞ്ഞ് സൂപ്പർ വീടാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞ് ചെന്ന് ഞങ്ങൾ സന്ധ്യ സമയത്ത് ചെന്നപ്പോഴത്തേക്കും കുറേ റബ്ബറും തോട്ടത്തിനിടയിൽ ഒറ്റക്കൊരു വീട്. അത് കണ്ടാലേ പേടി. അപ്പൊ അന്നേ നിർത്തി. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. അപ്പൊ അത് ആളോട് പോയി സംസാരിച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ അങ്ങനെ പണിതൊരു 4-5 വർഷം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടായി. അന്ന് അങ്ങനെ പോയച്ചെങ്കിൽ പണയത്തിന് പോയി അങ്ങനെ നടന്നേന്. പിന്നെ അങ്ങനെ വെച്ച് കൊണ്ട് ഇപ്പൊ ഒരു നമുക്കൊരു അഡ്രസ്സായി. ഈ വീട്ടിലെ ഇപ്പൊ അച്ഛനുള്ള സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ഏതായിരുന്നു ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഷൂട്ടൊന്നും ഇല്ലാത്തൊരു സമയത്ത്? അപ്പൊ ശരിക്കും ഇപ്പൊ എന്റെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2006 ആ സമയത്താണ് വീട് വെച്ച്. 2007 വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുശേഷം 3 വർഷക്കാലം ഇപ്പൊ വീട്ടില് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ പഴയ വീട്ടിലായിരുന്നു. ഇവിടെ ആണെങ്കിലും അപ്പൊ പുറത്താണ്. അപ്പൻ്റെ വില മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് 30 എന്നുള്ള ചടങ്ങുണ്ട്. അപ്പോൾ പറഞ്ഞ് അവിടെ അപ്പം സ്ഥിരം പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയി പറയണം. ഞാൻ ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോഴും പുറത്തേക്കും പോകാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഒരു ചായക്കടയാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നല്ല തിരക്ക് ആൾക്കാർ. ആ സാമ്പാറോട് വിളിച്ചിട്ടുണ്ടോ മറ്റോട് മറിച്ചോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ചേച്ചി എന്താ മോനെ കഴിക്കാൻ വേണ്ട? അതല്ല, ഞാൻ മച്ചാൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഒരു സാമ്പാർ നിർത്തി വെച്ചിട്ട് ഒരു ഒറ്റ കരച്ചിൽ കെട്ടിപ്പെടുത്തു. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അത് അവരുടെ ആയിട്ടുള്ള സിങ്ക് ഭയങ്കര വെച്ചിട്ട് ഈ നമ്മളെ നാട്ടുകാരോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. ട്രോഫി മെമന്റോ, മന്നാർമത്തായി, തെങ്കാശിപ്പട്ടണം, പറക്കുന്നല്, ദിലീപേട്ടനായിട്ടാണ് ഒരുപാട് പടങ്ങളിൽ ചെയ്തത്. കൊച്ചി ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ദിലീപേട്ടനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 30 മേലെ പടങ്ങളിൽ അപ്പൊ വരിക്കുന്ന സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപേട്ടനായിട്ട് ഒരുപാട് പടങ്ങളിൽ. മമ്മൂക്കേട്ടൊക്കെ 2-3 പടങ്ങളിൽ മമ്മൂക്കേട്ട അറിയാം. ഭയങ്കര അറിയുന്നതാണ്. എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്, സുറുമി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പേര് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. പക്ഷെ നമുക്ക് എല്ലാരെ കുറിച്ച് നല്ല ഓർമ്മയുണ്ടാവല്ലോ. പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? അല്ല, ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ഫേമാണ്. അപ്പൊ സുറുമി എന്റെ മോളുടെ പേരാണല്ലോ. ഞങ്ങള് സെറ്റ് ഇവിടെ സപ്ത സ്റ്റുഡിയോയിലാണ്. അവിടെ പോയിട്ട് ലോഞ്ച് ചെയ്തത്. ഞാൻ എന്റെ ഫ്രണ്ടും കൂടിയാണ്. ഒരു 1 year ആകുന്നത്. പൊതുവെ നമ്മൾ കോമഡി ഒക്കെ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകള് വീട്ടില് ഭയങ്കര സീരിയസ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. എങ്ങനെ വീട്ടിൽ എങ്ങനെയായിരുന്നു? വീട്ടിലെ ആള് സീരിയസ് ആണ് ആണല്ലേ? കാര്യം ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും എല്ലാവരും അച്ഛൻ ഭയങ്കര കോമഡി. അപ്പോൾ എനിക്ക് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണമാണ്. എവിടെ ചെന്നപ്പോഴത്തേക്കും മച്ചാമ്പ്രശ്ന മോനല്ലേ ഒരു തമാശ പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം കോമഡി ആർട്ടിസ്റ്റിന്റെ മകനായിട്ട് തമാശ പറയാൻ പറഞ്ഞു. ഇപ്പൊ ഇനി വല്ല പാട്ടുകാരന്റെ മോനാണെങ്കിൽ പാട്ട് പാടാൻ പറയും, ഡാൻസറിന്റെ മോനാണെങ്കിൽ ഡാൻസ്, PT ഉഷയുടെ മോനാണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഞാൻ എപ്പോഴും അപ്പൊ തന്നിരിക്കുന്ന വീടും ഇതിനെക്കാട്ടും കൂടുതൽ ഞാൻ വാല്യൂ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എപ്പോഴും ഇനിയുള്ള സിനിമയാണെങ്കിൽ ഇതിലാണെങ്കിൽ പോലും ഇപ്പൊ കമ്പയർ ചെയ്യുന്ന ബന്ധങ്ങളിലൂടെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു നല്ലൊരു ബന്ധങ്ങൾ
കീപ്പപ്പ് അത് ഇഷ്ടംമാരെ നല്ല ബന്ധങ്ങൾ അപ്പം തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം അത് കൂടുതൽ അപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് കൂടുതലും നിൽക്കുന്നത്. എനിക്കറിയാം അവരൊക്കെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ് ഇപ്പോഴും. വീട്ടിലങ്ങനെ വരുന്ന വീട്ടിലുണ്ടാവും. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കൂല ആള് വീട്ടിൽ, ആരെങ്കിലും വേണം അത് കൂടെ ആരെങ്കിലും വേണം. 2011 അദ്ദേഹം നമ്മളുടെ 11 അതിനുശേഷം എങ്ങനെയായിരുന്നു വീട് അദ്ദേഹത്തിന്റെ ഒരു അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു മരണമായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പക്ക് ആ അസുഖം ക്യൂർ ആയിരുന്നു, അതിന്റെ സൈഡ് എഫക്റ്റിൽ വന്ന ഒരു കാര്യം. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭയങ്കര നമുക്ക് അമ്മ സംഘടന എന്നൊക്കെ ഭയങ്കര ഹെൽപ്പ്. അത് ആ എപ്പോഴും നമ്മൾ അത് കാണുന്ന അതേപോലെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ 12 ലക്ഷം രൂപ. അപ്പോൾ സംഘടന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു സംഘടന എന്തിനാണ് അവർ ചെയ്യുന്നത്, പക്ഷേ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ഒരു സംഘടന ഉള്ളതുകൊണ്ട് നിലനിന്ന് പോയൊരു കുടുംബമാണ് ഞങ്ങളുടെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇപ്പോൾ ദിലീപേട്ടൻ, മമ്മൂക്ക, ഒരുപാട് പേര് അശ്വനങ്ങൾ ഒരുപാട് പേര് ആ സമയത്ത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ 2.5 ലക്ഷം രൂപ ബില്ലായ സമയത്ത് പെട്ടെന്നാണ് ആൻഡ്രൂ ചേട്ടൻ അവരൊക്കെ ആയിട്ട്. പിന്നെ ഇവരൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അമ്മ മഴവിൽ, അങ്ങനെ ഒരു പ്രോഗ്രാമിന് അവരുടെ റെമ്യൂണറേഷൻ ഡയറക്ഷൻ ചെയ്ത ലാൽ സാറ്, ഷാഫി സാറ്, സച്ചേട്ടൻ, അവരൊക്കെ റെമ്യൂണറേഷൻ നമുക്കായിട്ട് ചെയ്തു തന്നെ. ഈ ഫീൽഡിലൊക്കെ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ചില ആൾക്കാർ സംഘടനയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയണത്. പിന്നെ തീർച്ചയായിട്ടും അത് ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2-3 കൊല്ലം ഭയങ്കരമായിട്ട് നമുക്ക് പ്രയാസം, അപ്പയുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതൊരു ഷൂട്ടിങ്ങിന് പോയ പോലത്തെ ഒരു ഫീലാണ്. ഞാൻ ഇപ്പം അച്ഛൻ്റെ ഒരു അപ്പൻ്റെ ഒരു ഓർമ്മയില് എന്തൊക്കെ സാധനം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഒരു ഓർമ്മയിൽ എന്തെങ്കിലും? അതൊരു പറഞ്ഞൊരു കോമഡി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ ഫാദർ കുക്കായിരുന്നു. അപ്പൊ അന്ന് തലമുറയായിട്ട് കൈമാറി വന്നിരുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു, ഒരു വാള് പോലത്തെ കത്തി, അരിയാനും മീൻ വെട്ടാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്ക് മീൻ പിടുത്തമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യണ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ മഴയത്ത് റോട്ടിൽ അവിടെയൊക്കെ പോകും. പോയ സമയത്താണ് ഒരു ദുരഭിമാന കൊല എന്ന് പറഞ്ഞിട്ടൊരു മരട്ടിൽ ഏതൊരു പെങ്കൊച്ചിന്റെ മറ്റേ ചെക്കനെ തട്ടിക്കൊണ്ട് പോയിട്ട് വീട്ടുകാർ. അപ്പൊ ആ സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ കത്തിയായിട്ട് റോട്ടിൽ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്ന പോലീസുകാർ ഒന്ന് കണ്ടുപിടിച്ച് കത്തി എടുത്തോണ്ട് പോയി. കിട്ടിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു അപ്പന്റെ പാരമ്പര്യമായിട്ട് ഇതാണ് കത്തിയും കൊണ്ട് പോയി. അത് ഭയങ്കര ഞാൻ തപ്പുന്നുണ്ട് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന അങ്ങനത്തെ ഒന്നും അപ്പന്റെ പേര് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പം ഒരുപാട് സിനിമകള് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഇന്നും ഈ പറഞ്ഞ കലാകാരന്മാരുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ അവരെ ജീവിക്കും എന്ന് പറയുന്നതാണ്. ഏറ്റവും ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോഴും വന്നു കയറിയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഡയലോഗുകള് ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ തമാശ രൂപേണ സംസാരിച്ചു പോകല്ലോ. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അല്ലെങ്കിൽ ഡയലോഗുകൾ ഉണ്ടോ? ഡയലോഗ് എനിക്ക് മീശമാധവൻ ഭയങ്കര ഇഷ്ടം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ മീശമാധവനില് ആ ഡയലോഗ് ഉണ്ടല്ലോ, പെഡലിന്ന് വിളിക്കുമ്പോഴത്തേക്കും അപ്പൊ താഴെന്ന് ഹനീഫിക്ക പെഡലിന്റെ അച്ഛൻ എന്ന് പറയും. അപ്പൊ ക്ലാസ്സിൽ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ പിള്ളേര് വിളിക്കും, പിന്നെ പെഡലിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനീഫയുടെ ശബ്ദത്തിൽ എന്റെ അച്ഛൻ എന്ന് പറയും. ഇതൊരു ദിവസം പഠിപ്പിക്കണ സാറ് എന്നെ വിളിച്ച്, ഞാൻ സാറാണെന്നുള്ള ശ്രദ്ധിച്ചില്ല, അങ്ങനെ തിരിച്ചുള്ളത് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞത്. അതൊരു കോമഡി ആയിട്ടാണ്, പുള്ളിയെ കോമഡി ആയിട്ട് എടുത്തത്. അതിന് വലിയ കുഴപ്പമുണ്ടായി പോയില്ല. അത് അപ്പന്റെ ആ സംസാരം വെച്ചൊരു ആൾക്കാർ നമ്മളെ അത് പക്ഷെ നമുക്കൊരു രസമാണ്. ആ ഒരു ടോൺ വെച്ച് നമ്മൾ പറയും. പന്തലിന്റെ സംഭവം തമാശക്ക് പറഞ്ഞാണ് അത്. ഞാൻ വേറെ സംഭവിച്ചു, ഞാൻ പഠിക്കണ സമയത്ത് ചെറിയ ഇഷ്ടങ്ങൾ ആരെങ്കിലും ഒക്കെ പുറകെ കിടക്കല്. അപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ആ പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയടാ. ഞാൻ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു അതെ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് തമാശക്കാണ് സീരിയസ് ആയിട്ടാണ്. ഞാൻ സീരിയസ് ആയിട്ടാണ്. എന്നാ കൊള്ളാം, ഒരുമാതിരി തമാശ എനിക്ക് അവരും ഡയലോഗ് വെച്ചിട്ടാണ് അത് നമുക്കൊരു രസമുള്ള കാര്യമാണ്. പിന്നെ അപ്പൻ്റെ ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ ട്രോളിൽ ഇപ്പൊ പലതിലും ട്രോള് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപ്പെട്ടതിലൊക്കെ അപ്പയുടെ ഇത് വരുന്നുണ്ട്. അപ്പ സലീംകുമാർ, സുരാജ് ഏട്ടൻ, അവരുടെയൊക്കെ എല്ലാവരും വരാറുണ്ട്. നമുക്കിപ്പോ അതൊരു ഒരു കോമഡി ആയിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ എവിടെ പോയിരിക്കുകയാണ്, സദാസമയം ഇപ്പൊ ഫോൺ തുറന്നാലും ഇപ്പൊ എന്തെങ്കിലും കോമഡി സീക്വൻസ് ആയിട്ടാണെങ്കിൽ എപ്പോഴും വന്നു പോകുന്ന 150ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പടമായിട്ട്
ഡെയിലി ശരിയാണ്. വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഒരു 6 വർഷം മുമ്പ് വരെ അപ്പനെ ഇനാഗുറേഷൻ വേണ്ടി ചോദിച്ചു ഒരാൾ വിളിച്ച് അമ്മേനെ വിളിച്ച്. അവരും വിട്ടുപോയി. അവരിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും ഹനീഫിക്ക മരിച്ചെന്ന് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. സത്യം സത്യം. കുറെ പേരുണ്ട് അങ്ങനെ. അവരുടെ ഒരു ഭാഗ്യം കൂടിയാണ്. അത് ഭയങ്കര ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഒരു ഫീൽഡിൽ നേരത്തെ പറഞ്ഞ വന്നതിനെക്കാട്ടും ഉപരി ഒരു പേരുണ്ടാക്കാൻ നിലനിന്ന് പോവാന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ഇതേപോലെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അച്ഛനുണ്ടാക്കിയ ഒരു പേരുണ്ടല്ലോ, അപ്പൊ അത് മകൻ എന്ന രീതിയിൽ അതൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഭയങ്കര. അത് നമുക്ക് ഇടക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്കിപ്പോ ഞാനിപ്പോ പണ്ട് പറയായിരുന്നു നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് ക്യൂ നിൽക്കാൻ നിന്റെ അപ്പനോ അല്ലേടാ, പക്ഷെ എനിക്ക് അങ്ങനെ ക്യൂ നിൽക്കണതാണ് ഇഷ്ടം. ക്യൂ നിന്ന് പടം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. അത് നമുക്ക് ബേർഡൻ നമുക്ക് വളരെ ഇതാണ്. നമ്മൾ എന്ത് ചെയ്താൽ പോലും ഇപ്പൊ എനിക്കൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ക്ലയന്റുകൾക്ക് എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ചിലപ്പോൾ 10 ദിവസം വൈകിയാൽ പോലും ക്വാളിറ്റി ഞാൻ കുറക്കില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ക്വാളിറ്റി പരമായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും മച്ചാൻ്റെ മോൻ്റെ ചെയ്തത് അത് നമുക്ക് ഭയങ്കര തലയിലെ പൊക്കത്തെ എപ്പോഴും ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഏതൊരു സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മളത് നോക്കി നമുക്ക് അതുകൊണ്ട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പല സ്ഥലത്താണെങ്കിലും പ്രാവശ്യം പോലീസ് പിടിച്ചപ്പോഴത്തേക്കും അത് ഞാൻ PRO ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വൈറ്റിലെ വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റും ഇല്ല ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് പോലീസ് പിടിച്ചപ്പോഴത്തേക്കും ഞാൻ ഇന്നാളുടെ മോനാന്ന് പറഞ്ഞില്ല. എന്നെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനെ വിളിച്ച വന്നോന്ന് പറഞ്ഞ് അപ്പോൾ വന്നപ്പോഴാണ് പോലീസുകാർ ഇന്നാളാന്ന് പറഞ്ഞത്. പോലീസുകാർ അപ്പം തന്നെ പറഞ്ഞ് മച്ചാനെ മോനാന്ന് പറയണ്ടേ, നമ്മൾ വിടൂല്ലേ? അപ്പോൾ ഞാൻ കൊള്ളാം. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഫോൺ പിടിച്ചോണ്ട് പോലീസുകാർ വട്ടം വെച്ച് നിർത്തി. പിടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ മച്ചാമ്പ്രസിന്റെ മോനെ 6 മോനാണ് എനിക്ക് കയറാൻ. അപ്പൊ പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും സത്യം. ഒരുപാട് സന്തോഷം. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ അച്ഛനോടുള്ള ഒരു സ്നേഹവും ആ ഒരു മെമ്മറീസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എവിടേക്ക് നമ്മുടെ കൂടെ തന്നെ ഒരാളെ കുറിച്ച് പറയുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവുള്ളൂ. എപ്പോഴും അപ്പയുടെ പേര് നമ്മൾ ചോദിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ പറഞ്ഞ ഒരു ഡയറക്ഷൻ ആഗ്രഹമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുമ്പോ മറ്റേതിൽ പറഞ്ഞ ലേറ്റ് ആവുന്നാലും പോകുന്നത്. അതിന്റെ പണിപ്പുരയിലാണല്ലോ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോ ഇനി ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി കഴിഞ്ഞ് അതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണമല്ലോ. എന്തായാലും ഒരു 5-6 മാസത്തിൽ അതിന്റെ തീരുമാനം ആകും. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഒരു അതിന് ആ ഒരു ബേർഡൻ തലേരെ പൊക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയും കൂടിയാണ്. കാരണം നമ്മള് കുറച്ച് വൈകിയാലും ചെയ്തില്ല എന്നുള്ളൂ. പക്ഷെ ചെയ്യണ സമയത്ത് അത് അത്ര ഇത് കൊടുത്ത് ചെയ്യണം. ആ ഒരു എന്തായാലും നന്നായിട്ട് വരും. എല്ലാ കാര്യങ്ങളും വരും. നേരിട്ട് കാണാനും അദ്ദേഹം താമസിച്ചൊരു വീട്ടിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ മകനെയും കൊച്ചുമകനെയും ഒക്കെ കാണാൻ പറ്റിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും ഇനി ഇവിടുത്തെ ഒരു അടുത്തൊരു പറയാൻ പറ്റില്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആരാ ഗെയിം തരുവാ. ഇതാരാണ് ഇഷാൻ? ഇതാണ് വലിയ സെലിബ്രിറ്റി. ഇഷാന്റെ സിനിമയിൽ അഭിനയിക്കണോ? സിനിമയിൽ അഭിനയിക്കണോ ഇഷാന്? സിനിമയിൽ അഭിനയിക്കണം. അതെന്താ നേരത്തെ പറഞ്ഞില്ല വലുതാകുമ്പോ അഭിനയിക്കുമെന്ന് പറഞ്ഞില്ല. വെറുതെ തമാശ പറഞ്ഞതാ. ഇതാരെന്നറിയോ? ആണോ? ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? ഇന്നൊരു പടം കണ്ടല്ല. ഏത് പടം കണ്ട? ഇല്ല കേട്ടില്ല. ഒന്നുകൂടി പറയണം. വെട്ടാണോ കണ്ടത്? എടാ നീ ഇന്ന് പറഞ്ഞ സ്പീച്ച് എന്ന് പറഞ്ഞേ. ആ ഗെയിമിന് അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മൂമെന്റ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ഈ പറഞ്ഞ ഡ്രീം ഒക്കെ നടക്കട്ടെ. വലിയൊരാളാവട്ടെ. സിനിമയ്ക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കണ്ടതിലും സംസാരത്തിലും ഒരുപാട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് കാര്യം നമുക്കൊരാള് ഇന്റർവ്യൂ എന്നൊക്കെ വരുമ്പോ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ പേടിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.